ചിത്തിര തിരുനാൾ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തീയതി. ഉത്തരം വരുന്നത് നവംബർ 12, 1936 ശ്രീ ചിത്തിര തിരുനാളാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. അത് 1936 നവംബർ 12. ഇത് തിരുവിതാംകൂറിലെ ക്ഷേത്രപ്രവേശന വിളംബരമാണ് 1936 നടന്നത്. കൊച്ചിയിലും മലബാറിലും ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1947. പിന്നെ തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരത്തിനെ ഗാന്ധിജി വിശേഷിപ്പിച്ചതാണ് ആധുനിക ലോകത്തെ മഹാത്ഭുതമെന്ന്. ആധുനിക ലോകത്തെ മഹാത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരത്തിനെ ആണ്. പിന്നെ ഈ ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ. അടുത്ത പോയിന്റാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ മേഘ്ന കാട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരത്തിനെയാണ്. അപ്പോൾ ശ്രീ ചിത്തിര തിരുനാളാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. അത് 1936 നവംബർ 12. ആധുനിക ലോകത്തെ മഹാത്ഭുതമെന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ. കൊച്ചിയിലും മലബാറിലും ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1947. അടുത്തത് കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടിരുന്ന ഈഴവ ജനതയെ പ്രതിനിധീകരിച്ച് ആരംഭിച്ച കേരള കൗമുദി പത്രത്തിൻ്റെ സ്ഥാപകൻ ആര്? കേരള കൗമുദി പത്രത്തിൻ്റെ സ്ഥാപകൻ CV കുഞ്ഞിരാമനാണ്. കേരള കൗമുദി പത്രത്തിൻ്റെ സ്ഥാപകനാണ് CV കുഞ്ഞിരാമൻ. പിന്നെ ഈ ഓപ്ഷനിലുള്ള TK മാധവൻ ആരാണ്? TK മാധവൻ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നേതാവാണ്. TK മാധവൻ വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് 1924 മാർച്ച് 30 അവസാനിച്ചത് 1925 നവംബർ 23. വൈക്കം സത്യാഗ്രഹത്തിനോടനുബന്ധിച്ചാണ് സവർണജാഥ നടന്നത്. സവർണജാഥ നടന്നിട്ടുള്ളത് 1924 നവംബർ 1. സവർണജാഥ നയിച്ചിട്ടുള്ള വ്യക്തി മന്നത്ത് പത്മനാഭനാണ്. അപ്പോൾ ഇവിടെ കേരള കൗമുദി പത്രത്തിൻ്റെ സ്ഥാപകൻ CV കുഞ്ഞിരാമൻ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ 1857 കലാപത്തിൻ്റെ പരിണിത ഫലമല്ലാത്തത് ഏത്? 1857 ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന കലാപം നടന്നു. അതിൻ്റെ പരിണിത ഫലം അല്ലാത്തത് ഏതെന്നാണ് ചോദിക്കുന്നത്. ഗവർണർ ജനറൽ തുടർന്ന് വൈസ്രോയി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടും. അത് 1857 കലാപത്തിന് ശേഷം വന്ന 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിലുള്ള ഒരു വ്യവസ്ഥയാണ്. ഗവർണർ ജനറൽ ഇനി മുതൽ വൈസ്രോയി ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുക. കലാപം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണത്തിന് വിരാമമിട്ടു. അതും ശരിയാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് പകരം ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഇന്ത്യയുടെ ഭരണം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. കമ്പനി ചാർട്ടർ 20 വർഷത്തേക്ക് പുതുക്കപ്പെട്ടു. അടുത്തത് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എന്ന പദവി സൃഷ്ടിക്കപ്പെട്ടു. ഇതും 1858 ആക്റ്റിലുള്ളതാണ്. അപ്പോൾ ഇതാണ് ഉൾപ്പെടാത്തത്. അപ്പോൾ ആൻസർ വരുന്നത് കമ്പനി ചാർട്ടർ 20 വർഷത്തേക്ക് പുതുക്കപ്പെട്ടു. ഇതാണ് ആൻസർ. 1857 കലാപത്തിൻ്റെ ഫലം അല്ലാത്തത് അതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യയുടെ വിദേശ നയ തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ചേരിചേരാ നയം, സമാധാനപരമായ സഹവർത്തിത്വം, അന്തർദേശീയ സമാധാനം ഊട്ടിയുറപ്പിക്കുക, മറ്റു രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിലുള്ള ഇടപെടലും പരിഹരിക്കലും. അത് ഇല്ല. മറ്റു രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ പെടാത്തത് ഓപ്ഷൻ D ആണ്. ചേരിചേരാ നയം വിദേശ നയ തത്വമാണ്. സമാധാനപരമായ സഹവർത്തിത്വം ഉണ്ട്. അന്തർദേശീയ സമാധാനം ഊട്ടിയുറപ്പിക്കലുണ്ട്. പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട്, ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം. ഇതൊരു വട്ടം മുന്നേ PC ചോദിച്ചിട്ടുള്ളത് തന്നെയാണ്. അതിൽ ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം എന്നായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഫലങ്ങളിൽ ഉൾപ്പെടാത്ത താഴെ തന്നിരിക്കുന്ന പ്രസ്താവന ഏത്? ബർബോൺ രാജാക്കന്മാരുടെ സ്വേച്ഛാധിപത്യ ഭരണത്തിന് അവസാനം കുറിച്ചു. മധ്യവർഗ സമൂഹത്തിൻ്റെ അവസ്ഥ മാറ്റമില്ലാതെ തുടർന്നു. പള്ളികളുടെ അധീശത്വത്തിന് കുറവുണ്ടായി. മനുഷ്യാവകാശ പ്രഖ്യാപനം. അപ്പോൾ ഇതിൽ ഉത്തരം വരുന്നത് മധ്യവർഗ സമൂഹത്തിൻ്റെ അവസ്ഥ മാറ്റമില്ലാതെ തുടർന്നു എന്നുള്ളതാണ്. ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം മധ്യവർഗത്തിൻ്റെ അവസ്ഥ മാറിയിട്ടുണ്ടായിരുന്നു.
ബോർബൺ രാജാക്കന്മാരുടെ സ്വേച്ഛാധിപത്യ ഭരണം അവസാനിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പള്ളികളുടെ അധീശത്വത്തിന് കുറവുണ്ടായി. മനുഷ്യാവകാശ പ്രഖ്യാപനവും നടന്നിട്ടുണ്ട്. 1789 ഓഗസ്റ്റ് 12 ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസ്സാക്കിയത്. പിന്നെ റൂസോ, വോൾട്ടയർ, മോണ്ടസ്ക്യൂ അവരൊക്കെ ഫ്രഞ്ച് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്. ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത് 1789 ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ 1789 ജൂൺ 20. അടുത്ത ക്വസ്റ്റ്യൻ കറൻ്റ് ആണ്. നിർദ്ദിഷ്ട ആഴക്കടൽ തുറമുഖമായ വാധ്വാൻ ഏത് സംസ്ഥാനത്താണ്? അത് മഹാരാഷ്ട്ര. വാധ്വാൻ തുറമുഖം അല്ലെങ്കിൽ വാധ്വാൻ തുറമുഖം മഹാരാഷ്ട്ര. ഭൂമിയുടെ മാൻറ്റിൽ കോർ അതിർത്തിയെ വേർതിരിക്കുന്ന സംക്രമണ മേഖല. മാൻറ്റിലിനെയും കോറിനെയും വേർതിരിക്കുന്ന മേഖല ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഗുട്ടൻബർഗ് വിച്ഛിന്നതയാണ്. മാൻറ്റിലിനെയും കോറിനെയും വേർതിരിക്കുന്നത് ഗുട്ടൻബർഗ് വിച്ഛിന്നത. പിന്നെ ഈ മോഹോ വിച്ഛിന്നത അല്ലെങ്കിൽ മൊഹറോവിസിക് വിച്ഛിന്നതയുണ്ട്. അത് എന്തിനാണ്? ഭൂവൽക്കത്തെയും മാൻറ്റിലിൻ്റെയും അതിർവരമ്പാണ്. അതായത് മാൻറ്റിലിനെയും കോറിനെയും വേർതിരിക്കുന്നതാണ് ഗുട്ടൻബർഗ് വിച്ഛിന്നത. ഭൂവൽക്കത്തിനെയും മാൻറ്റിലിനെയും വേർതിരിക്കുന്നത് മോഹോ വിച്ഛിന്നതയാണ്. പിന്നെ വരുന്നതാണ് ഈ കോൺറാഡ് വിച്ഛിന്നത. കോൺറാഡ് വിച്ഛിന്നത വൻകര ഭൂവൽക്കത്തെയും സമുദ്ര ഭൂവൽക്കത്തെയും വേർതിരിക്കുന്ന അതിർവരമ്പാണ് കോൺറാഡ് വിച്ഛിന്നത. ലേമാന് വേർതിരിക്കുന്നത് അകക്കാമ്പിനെയും പുറക്കാമ്പിനെയും വേർതിരിക്കുന്നതാണ് ലേമാന്. അപ്പോൾ ഭൂവൽക്കവും മാൻറ്റിലും അതിനെ വേർതിരിക്കുന്നത് മോഹോ വിച്ഛിന്നത. മാൻറ്റിലും കോറും അതിനെ വേർതിരിക്കുന്നത് ഗുട്ടൻബർഗ് വിച്ഛിന്നത. ഇനി ഭൂവൽക്കത്തിൻ്റെ തന്നെ 2 ഭാഗങ്ങളാണ് വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും. അതിനെ വേർതിരിക്കുന്നതാണ് കോൺറാഡ് വിച്ഛിന്നത. പിന്നെ ലേമാൻ വിച്ഛിന്നത അത് കോറിൻ്റെ തന്നെ അല്ലെങ്കിൽ കാമ്പിൻ്റെ തന്നെ 2 ഭാഗങ്ങളായിട്ടുള്ള അകക്കാമ്പിനെയും പുറക്കാമ്പിനെയും വേർതിരിക്കുന്നതാണ് ലേമാൻ വിച്ഛിന്നത. അടുത്ത ചോദ്യം, ഒരു പ്രദേശത്തിൻ്റെ ആപേക്ഷിക ആർദ്രത അളക്കാൻ ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ നാമം. ആർദ്രത അളക്കാനാണെങ്കിൽ അത് ഹൈഗ്രോമീറ്ററാണ്. ഹൈഗ്രോമീറ്റർ. ഇനി ഹൈഡ്രോമീറ്റർ ആണെങ്കിൽ ആപേക്ഷിക സാന്ദ്രത അളക്കാനുള്ളൊരു ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ. ആർദ്രത അളക്കാനാണെങ്കിൽ ഹൈഗ്രോമീറ്ററാണ്. പിന്നെ ബാരോമീറ്റർ അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ആപേക്ഷിക ആർദ്രതയാണെങ്കിൽ ഹൈഗ്രോമീറ്റർ, ആപേക്ഷിക സാന്ദ്രതയാണെങ്കിൽ ഹൈഡ്രോമീറ്റർ, അന്തരീക്ഷമർദ്ദമാണെങ്കിൽ അത് ബാരോമീറ്റർ. താഴെ പറയുന്നവയിൽ കുറോഷിയോ സമുദ്രപ്രവാഹത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ. ഇതിൽ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ എ ആണ്. അതായത് 2ഉം 3ഉം എന്ന് പറയുന്നത്. അപ്പോൾ 2ഉം 3ഉം മാത്രം വായിച്ചാൽ മതി. ബാക്കി വായിച്ചാൽ നമുക്ക് ചിലപ്പോൾ തെറ്റാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ശരിയായിട്ടുള്ളത് ജപ്പാൻ്റെ കിഴക്കൻ തീരപ്രദേശത്തു കൂടി ഒഴുകുന്ന ഒരു ഉഷ്ണജല സമുദ്ര പ്രവാഹമാണ്. കുറോഷിയോ എന്ന് പറയുന്നത് ഉഷ്ണജലമാണ്. ജപ്പാൻ്റെ കിഴക്കൻ തീരപ്രദേശത്തു കൂടി ഒഴുകുന്നതാണ്. ഇത് ബ്ലാക്ക് കറന്റ് എന്ന പേരിലും അറിയപ്പെടുന്നു. കുറോഷിയോ പ്രവാഹം ബ്ലാക്ക് കറന്റ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഭൂമിശാസ്ത്രപരമായ ഒരു വസ്തുവിൻ്റെ സ്വഭാവവും സവിശേഷതകളും സൂചിപ്പിക്കുന്ന ഡാറ്റയുടെ പേര് നോൺ സ്പേഷ്യൽ ഡാറ്റ എന്നാണ് പേര്. ഭൂമിശാസ്ത്രപരമായ ഒരു വസ്തുവിൻ്റെ സ്വഭാവവും സവിശേഷതകളും സൂചിപ്പിക്കുന്ന ഡാറ്റയാണ് നോൺ സ്പേഷ്യൽ ഡാറ്റ. വടക്കു പടിഞ്ഞാറുള്ള സത്ലജ് നദീതടം മുതൽ തെക്കുകിഴക്കുള്ള യമുന നദീതടം വരെ വ്യാപിച്ചു കിടക്കുന്ന ഉത്തര ഭാരതത്തിലെ സമതലം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? അതായത് സത്ലജ് നദീതടം. സത്ലജ് മുതൽ യമുന വരെ. സത്ലജ് സിന്ധുവിൻ്റെ പോഷക നദിയാണ്. സത്ലജ് മുതൽ യമുന വരെയുള്ള നദീതടം അറിയപ്പെടുന്ന പേരാണ് പഞ്ചാബ് ഹരിയാന സമതലം. പഞ്ചാബ് ഹരിയാന സമതലമാണ് സത്ലജ് തൊട്ട് യമുന വരെയുള്ള ഭാഗം അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം കറണ്ടിൽ നിന്നാണ്. 2024 നവംബർ 18-19 തീയതികളിൽ G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച നഗരം ഏതാണ്? 2024 G20 ഉച്ചകോടി നടന്നത് റിയോ ഡി ജനീറോ ബ്രസീലിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഡേറ്റ് ഓർത്തിരിക്കുക. 2024 നവംബർ 18-നും 19-നും ആയിരുന്നു G20 ഉച്ചകോടി നടന്നത്. ബ്രസീലിൽ വെച്ചിട്ടായിരുന്നു.
ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അവസാന പഞ്ചവത്സര പദ്ധതിയുടെ വിശാലമായ കാഴ്ചപ്പാട് ഏതാണ്? അതായത് 12ാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്താണെന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ആൻസർ വേഗതയേറിയതും സുസ്ഥിരവും കൂടുതൽ ഉൾക്കൊള്ളുന്നതുമായ വളർച്ച. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം 1 സുസ്ഥിര വികസനം ഉണ്ട്, അടുത്തതാണ് വേഗതയേറിയതും സുസ്ഥിരവും കൂടുതൽ ഉൾക്കൊള്ളുന്നതുമായ വളർച്ച. അടുത്ത ക്വസ്റ്റ്യൻ, പുതിയ കാർഷിക തന്ത്രം ഏതിനെക്കുറിച്ചാണ് പറയുന്നത്? ചില പ്രത്യേക വിളകളുടെ ഏക്കറിലെ വിളവ് വർധനവ്, ഒന്നിലധികം വിളകൾ പ്രോത്സാഹിപ്പിക്കൽ, നിർദ്ദിഷ്ട വിളകൾക്ക് ആധുനിക കാർഷിക രീതികളുടെ മുകളിൽ പറഞ്ഞവയെല്ലാം ആണ് ഉത്തരം. അപ്പോൾ പുതിയ കാർഷിക തന്ത്രം എന്ന് പറയുന്നത് ചില പ്രത്യേക വിളകളുടെ ഏക്കറിലെ വിളവർധനവ്, ഒന്നിലധികം വിളകൾ പ്രോത്സാഹിപ്പിക്കുക, നിർദ്ദിഷ്ട വിളകൾക്ക് ആധുനിക കാർഷിക രീതികളുടെ ഉപയോഗം. മുകളിൽ പറഞ്ഞവയെല്ലാം ആണ് ഉത്തരം. ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണ ജൈവ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണ ജൈവ സംസ്ഥാനം എന്ന് പറയുന്നത് സിക്കിമാണ്. സിക്കിം. ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണ ജൈവ സംസ്ഥാനം സിക്കിം. GST നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയല്ല? ശരിയല്ലാത്തത് ബി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതൊഴിച്ച് ബാക്കിയുള്ളത് വായിച്ച് നോക്കാം. പുതിയതും പഴയതുമായ നികുതി വ്യവസ്ഥയിലെ വ്യത്യാസത്തിൽ നിന്ന് സംസ്ഥാനങ്ങളെ സംരക്ഷിക്കുന്നതിനാണ് നഷ്ടപരിഹാര പദ്ധതികൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എന്താണ് പുതിയതും പഴയതുമായ നികുതി വ്യവസ്ഥയിലെ വ്യത്യാസത്തിൽ നിന്ന് സംസ്ഥാനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നഷ്ടപരിഹാര പദ്ധതി ഉള്ളത്. GSTയുടെ അന്തർ സംസ്ഥാന വിതരണത്തിലെ വ്യത്യാസങ്ങൾ മറികടക്കാൻ സംസ്ഥാനങ്ങളെ സഹായിക്കുക എന്നതായിരുന്നു നഷ്ടപരിഹാര ക്രമീകരണത്തിൻ്റെ ലക്ഷ്യം. GSTയുടെ അന്തർ സംസ്ഥാന വിതരണത്തിലെ വ്യത്യാസങ്ങൾ മറികടക്കാൻ സംസ്ഥാനങ്ങളെ സഹായിക്കുക, അതാണ് നഷ്ടപരിഹാര ക്രമീകരണത്തിൻ്റെ ലക്ഷ്യം. അടുത്ത ക്വസ്റ്റ്യനാണ്, ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് സെൻറ്ററിൻ്റെ ലക്ഷ്യം എന്താണ്? ഇതിൻ്റെ ഉത്തരം അന്താരാഷ്ട്ര ധനകാര്യ സേവനങ്ങൾക്ക് അനുയോജ്യമായ ഒരു അധികാര പരിധിയായി ഇന്ത്യ ഉയർന്നു വരുന്നത് സുഗമമാക്കുക എന്നാണ്. ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസസ് സെൻറ്റർ IFSC അതിൻ്റെ ലക്ഷ്യം അന്താരാഷ്ട്ര ധനകാര്യ സേവനങ്ങൾക്ക് അനുയോജ്യമായ ഒരു അധികാര പരിധിയായി ഇന്ത്യ ഉയർന്നു വരുന്നത് സുഗമമാക്കുക. അടുത്തത്, ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലിയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്? അപ്പോൾ ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. MN റോയി ആദ്യം നിർദ്ദേശിച്ച ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി എന്ന ആശയം, അതായത് MN റോയാണ് ആദ്യമായിട്ട് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി എന്ന് പറയുന്ന ആശയം നിർദ്ദേശിച്ചത്. അസംബ്ലി രൂപീകരിക്കുന്നതിന് 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ ശുപാർശ ചെയ്തു. അതും ശരിയാണ്. 1946 അസംബ്ലി രൂപീകരിക്കുന്നതിന് 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാന് ശുപാർശ ചെയ്തു. അതും ശരിയാണ്. 1946 ഡിസംബർ 9 ഭരണഘടനാ അസംബ്ലി ആദ്യമായി വിളിച്ചു ചേർത്തു. അതും ശരിയാണ്. ഡോക്ടർ BR അംബേദ്കറെ ഭരണഘടനാ അസംബ്ലിയുടെ പ്രസിഡന്റായി നിയമിച്ചു. അംബേദ്കർ ആയിരുന്നില്ല. താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹയും സ്ഥിരം അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദും ആയിരുന്നു. അപ്പോൾ ശരിയല്ലാത്തത് 4 മാത്രമാണ്. ഇനി ഓപ്ഷൻ നോക്കാം. 1, 2, 3 മാത്രം ശരിയാണ്, 4 ശരിയല്ല. D ഓപ്ഷനാണ് വരിക. ഇന്ത്യയുടെ 16ാം ധനകാര്യ കമ്മീഷൻ്റെ അധ്യക്ഷൻ 16ാം ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ ഡോക്ടർ അരവിന്ദ് പനഗരിയാണ് ആൻസർ. അരവിന്ദ് പനഗരിയ 16ാം ധനകാര്യ കമ്മീഷൻ. ഇനി കേരളത്തിലെ ധനകാര്യ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. മിനി ഭരണഘടന എന്ന നിലയിൽ ഇന്ത്യൻ ഭരണഘടനയിലെ ഭേദഗതികളിൽ ഏതാണ്? മിനി ഭരണഘടന എന്നറിയപ്പെടുന്ന ഭേദഗതി ഏതാണെന്നാണ് ചോദിച്ചത്. അത് 42ാമത്തെ ഭേദഗതിയായിരുന്നു മിനി ഭരണഘടന. 73, 74 പറയുന്നത് പഞ്ചായത്തി രാജും അതുപോലെ മുനിസിപ്പാലിറ്റിയുടെയും ഭേദഗതിയാണ്. 44ാമത്തേലാണ് സ്വത്തവകാശം ഇല്ലാണ്ടാക്കിയത്. 42ാമത്തെയാണ് മിനി ഭരണഘടന എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ D 2 മാത്രം ആണ്. താഴെ പറയുന്ന കേസുകളിൽ ഏത് കേസാണ് ഇന്ത്യയുടെ സുപ്രീം കോടതി അടിസ്ഥാന ഘടനാ സിദ്ധാന്തത്തെക്കുറിച്ച് വിധിച്ചിരിക്കുന്നത്?
ഇതിൻ്റെ ആൻസർ കേശവാനന്ദ ഭാരതി കേസാണ് 1973. ഇത് പ്രകാരം പറയുന്നത് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനകളൊന്നും ഭേദഗതി ചെയ്യാൻ പാടില്ല എന്നാണ് കേശവാനന്ദ ഭാരതി കേസ് പറയുന്നത്. ഏത് ഭരണഘടനയാണ് ഇന്ത്യ സംസ്ഥാന നയത്തിൻ്റെ മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും അംഗീകരിച്ചത്? അതായത് ഇന്ത്യ മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും കടമെടുത്തത് എവിടെ നിന്നാണെന്നാണ് ചോദിക്കുന്നത്. മൗലികാവകാശം എടുത്തത് അമേരിക്കയിൽ നിന്നാണ്. അതുപോലെ നിർദ്ദേശക തത്വം അയർലാൻഡിൽ നിന്നാണ്. അപ്പോൾ ഉത്തരം വരുന്നത് അമേരിക്കയും ഐറിഷും എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഒന്ന് മാത്രം. അമേരിക്കയും ഐറിഷും ഇതാണ് ആൻസർ വരുന്നത്. സംസ്ഥാന നയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങളെ ഇന്ത്യൻ ഭരണഘടനയുടെ നോവൽ ഫീച്ചർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അതായത് നിർദ്ദേശക തത്വങ്ങളെ നോവൽ ഫീച്ചർ എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഉത്തരം ഇതാണ്. BR അംബേദ്കർ ആണ് നിർദ്ദേശക തത്വങ്ങളെ നോവൽ ഫീച്ചർ എന്ന് വിശേഷിപ്പിച്ചത്. അടുത്തത് പൗരത്വത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ഏതാണ് ശരി? ലോകസഭയിലേക്കും സംസ്ഥാന നിയമസഭയിലേക്കുമുള്ള തിരഞ്ഞെടുപ്പുകളിൽ വോട്ടവകാശം ഇന്ത്യൻ പൗരനും വിദേശികൾക്കും ബാധകമാണ്. തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശം ഇന്ത്യൻ പൗരന് മാത്രമാണ് ബാധകം, വിദേശികൾക്ക് ബാധകമല്ല. അപ്പോൾ ഇത് തെറ്റാണ്. അപ്പോൾ ശരിയായിട്ടുള്ള പ്രസ്താവന ചോദിച്ചാൽ ഇത് തെറ്റ്. ലോകസഭയിലേക്കും സംസ്ഥാന നിയമസഭയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകളിൽ വോട്ടവകാശം ഇന്ത്യൻ പൗരർക്ക് മാത്രമേ ഭരണഘടന നൽകുന്നുള്ളൂ, വിദേശികൾക്ക് ഈ അവകാശം നിഷേധിക്കുന്നു. ഇത് ശരിയാണ്. വോട്ടവകാശം ഇന്ത്യൻ പൗരന് മാത്രമേ ഉള്ളൂ, വിദേശികൾക്കില്ല. അപ്പോൾ ശരിയായിട്ടുള്ള പ്രസ്താവന 1 ശരി 2 തെറ്റ്. പ്രസ്താവന 2 ശരിയാണെന്നുള്ളതാണ് നമ്മുടെ ആൻസർ വരിക. സംസ്ഥാനമോ മറ്റേതെങ്കിലും അതോറിറ്റിയോ നിയമവിരുദ്ധമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരാളെ കോടതിയിൽ ഹാജരാക്കാൻ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിച്ച ഒരു ഉത്തരവ്. അതായത് നിയമവിരുദ്ധമായിട്ട് ആരെങ്കിലും തടങ്കലിൽ വെച്ചിട്ടുണ്ടെങ്കിൽ സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവ് അല്ലെങ്കിൽ റിട്ട് എന്ന് പറയുന്നത് ഹേബിയസ് കോർപ്പസ് ആണ്. നിയമവിരുദ്ധമായി തടങ്കലിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഹേബിയസ് കോർപ്പസ് റിട്ടാണ് പുറപ്പെടുവിക്കുക. സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 32. ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 226 ശരീരം ഹാജരാക്കുക എന്നതാണ് ഹേബിയസ് കോർപ്പസിൻ്റെ അർത്ഥം. ഇനി മാൻഡമസ് നോക്കുകയാണെങ്കിൽ ഔദ്യോഗിക പദവി വഹിക്കുന്ന ആരെങ്കിലും അവരുടെ കർത്തവ്യം നിർവഹിക്കുന്നില്ലെങ്കിൽ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമസ് എന്ന് പറയുന്നത്. നാം കൽപ്പിക്കുന്നു എന്നാണ് അർത്ഥം. അടുത്തത് സെർഷ്യോററി. അതിൻ്റെ അർത്ഥം സാക്ഷ്യപ്പെടുത്തുക എന്നാണ്. അതായത് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് ഉത്തരവ് നൽകാൻ, കേസുകൾ മാറ്റാൻ വേണ്ടിയിട്ട് നൽകുന്ന ഒരു ഉത്തരവാണ് സെർഷ്യോററി. കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് കേസുകൾ മാറ്റാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഉത്തരവ് അല്ലെങ്കിൽ റിട്ടാണ് സെർഷ്യോററി എന്ന് പറയുന്നത്. അടുത്തതാണ് കോ വാറൻ്റ്. അത് എന്തധികാരം എന്നാണ് അതിൻ്റെ അർത്ഥം. ഏതെങ്കിലും ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന വ്യക്തി ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലെങ്കിൽ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് കോ വാറൻ്റ്. പത്മനാഭസ്വാമി ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച റിട്ടാണ് കോ വാറൻ്റ് എന്ന് പറയുന്നത്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിരീക്ഷിക്കുന്നതിനുള്ള ഒരു സ്ഥാപനമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓംബുഡ്സ്മാൻ ഉള്ളത്. ലോകായുക്തയും ലോക്പാലും. ലോകായുക്ത സംസ്ഥാനങ്ങളിലുള്ളതാണ്, ലോക്പാൽ കേന്ദ്രത്തിലുള്ളതാണ്. ലോകായുക്ത എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ അഴിമതി തടയാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ലോകായുക്ത. അതുപോലെ കേന്ദ്രത്തിലെ അഴിമതി തടയാൻ വേണ്ടിയിട്ടുള്ളതാണ് ലോക്പാൽ എന്ന് പറയുന്നത്. സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള തൊഴിലന്വേഷകർക്ക് വിദേശ രാജ്യങ്ങളിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനായി കേരള സർക്കാർ താഴെ പറയുന്നവയിൽ ഏതാണ് ഏർപ്പെടുത്തുന്നത്? ഓവർസീസ് ഡെവലപ്മെൻറ്റ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് പ്രൊമോഷൻ കൺസൾട്ടൻസ് ലിമിറ്റഡ്. ഇതാണ് ഉത്തരം. അതായത് സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള തൊഴിലന്വേഷകർക്ക് വിദേശ രാജ്യങ്ങളിൽ കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളതാണ് ഓവർസീസ് ഡെവലപ്മെൻറ്റ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് പ്രൊമോഷൻ കൺസൾട്ടൻസ് ലിമിറ്റഡ്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ 1 മാത്രം ആണ് വരിക. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിൽ പൂർണ്ണമായി നടപ്പിലാക്കിയ വർഷം. കേരളത്തിൽ പൂർണ്ണമായിട്ട് 1/4/2008, അതായത് 2008 ഏപ്രിൽ 1 കേരളത്തിൽ പൂർണ്ണമായും നടപ്പിലാക്കിയത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വന്നിട്ടുള്ളത് 2005.
കൗൺസിലിംഗ് നിയമസഹായത്തിലൂടെയും പോലീസ് സഹായത്തിലൂടെയും അവരുടെ വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ 2021 ഫെബ്രുവരിയിൽ ആരംഭിച്ച വനിതാ ശിശുക്ഷേമ വകുപ്പിൻ്റെ ഓൺലൈൻ കൺസൾട്ടേഷൻ പരിപാടി. ഉത്തരം വരുന്നത് കാതോർത്ത് ആണ്. കൗൺസിലിംഗ് നിയമസഹായത്തിലൂടെയും പോലീസ് സഹായത്തിലൂടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് 2021 ഫെബ്രുവരിയിൽ വനിതാ ശിശുക്ഷേമ വകുപ്പിൻ്റെ ഓൺലൈൻ കൺസൾട്ടേഷൻ പരിപാടിയാണ് കാതോർത്ത് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വാർഷിക വികേന്ദ്രീകൃത പദ്ധതികളുടെ രൂപീകരണത്തിനും നിരീക്ഷണത്തിനുമായി കേരള സർക്കാർ വകുപ്പിനായുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വാർഷിക വികേന്ദ്രീകൃത പദ്ധതികളുടെ രൂപീകരണത്തിനും നിരീക്ഷണത്തിനുമായി കേരള സർക്കാർ വകുപ്പിനായുള്ള ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ചെടുത്ത പദ്ധതി നിരീക്ഷണ സോഫ്റ്റ്വെയർ ആണ് സുലേഖ എന്ന് പറയുന്നത്. അതായത് തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഷിക വികേന്ദ്രീകൃത പദ്ധതികൾ രൂപീകരിക്കാനും നിരീക്ഷണത്തിനൊക്കെ വേണ്ടിയിട്ട് ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ചെടുത്ത ഒരു സോഫ്റ്റ്വെയറാണ് സുലേഖ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ആയിരിക്കും. അപ്പോൾ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രി ആയിരിക്കും. വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രി ആയിരിക്കും. അതുപോലെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ CEO എന്ന് പറയുന്നത് സംസ്ഥാന ചീഫ് സെക്രട്ടറി ആയിരിക്കും. 10 അംഗങ്ങളായിരിക്കും ദുരന്ത നിവാരണ അതോറിറ്റിയിൽ ഉണ്ടായിരിക്കുക. വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന അസുഖം. വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലം റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ എന്ന് പറയുന്ന അസുഖമാണ് ഉണ്ടാവുക. സ്കർവി എന്ന് പറയുന്നത് വിറ്റാമിൻ സിയുടെ അപര്യാപ്തത മൂലം ഉള്ളതാണ്. ബെറി എന്ന് പറയുന്നത് വിറ്റാമിൻ B1. അതുപോലെ പെലാഗ്ര B3, നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ് എന്നൊക്കെ അറിയപ്പെടുന്ന B3യുടെ അപര്യാപ്തത മൂലമാണ് പെലാഗ്ര ഉണ്ടാവുക. 4D സിൻഡ്രോം എന്നറിയപ്പെടുന്നത് പെലാഗ്രയാണ്. അപ്പോൾ വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലം റിക്കറ്റ്സ് ആണ് നമ്മുടെ ആൻസർ. ചിക്കൻ പോക്സിൻ്റെ രോഗകാരി ഒരു ഡാഷ് ആണ്. ചിക്കൻ പോക്സിൻ്റെ രോഗകാരി എന്ന് പറയുന്നത് വൈറസ് ആണ് ചിക്കൻ പോക്സിൻ്റെ രോഗകാരി. പിന്നെ ബാക്ടീരിയ എന്ന് പറയുന്നതാണ് ഡിഫ്തീരിയ, കോളറ, എലിപ്പനി, കുഷ്ഠം, ക്ഷയം, അതൊക്കെ ബാക്ടീരിയ രോഗങ്ങളാണ്. കേരള സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവനി. മൃതസഞ്ജീവനിയാണ് കേരള സർക്കാരിൻ്റെ അവയവദാന പദ്ധതി. സുകൃതം എന്ന് പറയുന്നത് ക്യാൻസറിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് സുകൃതം. മനുഷ്യനിൽ പ്രോട്ടീൻ്റെ ദഹനത്തിന് സഹായിക്കുന്ന എൻസൈം ട്രിപ്സിൻ ആണ്. പ്രോട്ടീൻ്റെ ദഹനത്തിന് സഹായിക്കുന്ന എൻസൈമാണ് ട്രിപ്സിൻ. 2024 വൈദ്യശാസ്ത്ര നോബേൽ പുരസ്കാരം നേടിയത് വിക്ടർ ആംബ്രോസും ഗാരി റൂക്കിനാണ് 2024 വൈദ്യശാസ്ത്ര നോബേൽ പുരസ്കാരം നേടിയിട്ടുള്ളത്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന EOS 08 നിരീക്ഷണ ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചത്. ഡേറ്റാണ് ചോദിക്കുന്നത്. ഓഗസ്റ്റ് 16, 2024 EOS 08 വിക്ഷേപിച്ചിട്ടുള്ളത്. ഓഗസ്റ്റ് 16, 2024. ഗ്രാഫൈറ്റ് കാർബണിൻ്റെ ഒരു ഡാഷ് ആണ്. ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് കാർബണിൻ്റെ ഒരു എല്ലോട്രോപ്പാണ്. ഗ്രാഫൈറ്റ് ഒരു ദ്രവത്തിൻ്റെ വാതകമർദ്ദം അന്തരീക്ഷമർദ്ദത്തിന് തുല്യമായിരിക്കുന്ന താപനിലയെ ബോയിലിംഗ് പോയിൻ്റ് എന്നാണ് പറയുന്നത്. ദ്രവത്തിൻ്റെ വാതകമർദ്ദം അതിൻ്റെ അന്തരീക്ഷമർദ്ദത്തിന് തുല്യമായിരിക്കുന്ന താപനിലയാണ് ബോയിലിംഗ് പോയിൻ്റ്. ഇന്ത്യയിൽ അടുത്തിടെ കണ്ടെത്തിയതും ഇലക്ട്രിക് വാഹനങ്ങളുടെ ഭാവിക്ക് നിർണായകവുമായ ഒരു മൂലക ഉറവിടം ഏതാണ്? ലിഥിയമാണ് അത്. അപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളാണ് ബാറ്ററിയിലാണ് ഓടുക. അപ്പോൾ ലിഥിയം അയൺ ബാറ്ററി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യാം. ലിഥിയമാണ് ഇലക്ട്രിക് വാഹനങ്ങളുടെ ഭാവിക്ക് നിർണായകമായ മൂലകം എന്ന് പറയുന്നത്. വിരമിക്കുന്നതിന് മുമ്പ് വിരാട് കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റിൽ എത്ര റൺസ് നേടി? 9230 റൺസാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ വിരാട് കോഹ്ലി വിരമിക്കുന്നതിന് മുമ്പ് നേടിയിട്ടുള്ള റൺസ്. ഇന്തോനേഷ്യയിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ തലസ്ഥാന നഗരത്തിൻ്റെ പേരെന്താണ്?
നുസന്താരാണ് പുതിയ തലസ്ഥാന നഗരം. പഴയത് ജക്കാർത്തയായിരുന്നു. നിലവിൽ തലസ്ഥാന നഗരം എന്ന് പറയുന്നത് നുസന്താര. ഗാംബുഡ്സേവ് പർവ്വതനിരകൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കിഴക്കൻ അന്റാർട്ടിക് ഐസ് ഷീറ്റിന് കീഴിലായിട്ടാണ് ഗാംബുഡ്സേവ് പർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഗർഭപിണ്ഡത്തിൻ്റെ വികാസത്തിലെ മോശം പോഷകാഹാരം മെറ്റബോളിസത്തിലും അവയവങ്ങളുടെ പ്രവർത്തനത്തിലും ദീർഘകാല മാറ്റങ്ങൾക്ക് കാരണമാകുമെന്നും ടൈപ്പ് 2 പ്രമേഹം, രക്താതിമർദ്ദം തുടങ്ങിയ രോഗങ്ങളുടെ അപകട സാധ്യത വർദ്ധിപ്പിക്കുമെന്നും ഏത് സിദ്ധാന്തം സൂചിപ്പിക്കുന്നു? അങ്ങനെ പറയുന്ന സിദ്ധാന്തമാണ് ബാർക്കർ സിദ്ധാന്തം. അപ്പോൾ ഗർഭപിണ്ഡത്തിൻ്റെ വികാസത്തിലെ മോശം പോഷകാഹാരം മെറ്റബോളിസത്തിലും അവയവങ്ങളുടെ പ്രവർത്തനത്തിലും മാറ്റങ്ങൾക്ക് കാരണമാകുമെന്നും ടൈപ്പ് 2 പ്രമേഹം അതുപോലെ പ്രഷറിനൊക്കെ കാരണമാകുമെന്നൊക്കെ പറയുന്ന സിദ്ധാന്തമാണ് ബാർക്കർ സിദ്ധാന്തം. ഇനി മലയാളം ക്വസ്റ്റ്യൻസ് നോക്കാം. ദ്വിത്വസന്ധിക്ക് ഉദാഹരണം അല്ലാത്തത് ഏവ? അപ്പോൾ ദ്വിത്വസന്ധിക്ക് ഉദാഹരണം ആയിട്ടുള്ളത് 800 മാത്രമാണ്. n+100 അത് കൂട്ടിച്ചേർത്ത് എഴുതുമ്പോൾ 800 എന്ന് പറഞ്ഞ് ഇരട്ടിക്കുന്നുണ്ട്. ബാക്കി രണ്ടും ദ്വിത്വസന്ധി അല്ല. അപ്പോൾ അതല്ല, മഴുവില്ല, അത് ദ്വിത്വസന്ധിക്ക് ഉദാഹരണം അല്ലാത്തതാണ്. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ 1 and 2 ആണ്. ദ്വന്ദ്വ സമാസത്തിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. കൈകാലുകളും ആനക്കുതിരകളും രണ്ടെണ്ണം കൂടി പറയുന്നതിനെയാണ് ദ്വന്ദ്വ സമാസം എന്ന് പറയുന്നത്. കൈകാല് ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ഉള്ള രണ്ട് സംഭവങ്ങളെയാണ് ദ്വന്ദ്വ സമാസം എന്ന് പറയുന്നത്. കൈകാല്, ആനക്കുതിരകൾ, അത് രണ്ടുമാണ് ഉത്തരം. അപ്പോൾ 92ൻ്റെ ഓപ്ഷൻ സി ആണ്. അരയന്നം എന്ന പദത്തിന് പര്യായമായി വരുന്നത് ഏത്? അരയന്നത്തിൻ്റെ പര്യായം ഹംസമാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ്. പികം എന്ന് പറയുന്നത് കുയിലാണ്. അപ്പോൾ കുയിൽ എന്ന് പറഞ്ഞാൽ തന്നെ ഈ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാം, ഈ ഓപ്ഷനും ക്യാൻസൽ ചെയ്യാം. പിന്നെ ഹംസം എന്ന് പറയുന്നത് അരയന്നാണെന്നും അറിയണം. അപ്പോൾ സിയിലേക്ക് എത്താൻ പറ്റും. അന്യനാൽ വളർത്തപ്പെട്ടവൾ എന്നർത്ഥം വരുന്ന പദം പരധൃത ആണ്. അന്യനാൽ വളർത്തപ്പെട്ടവൾ. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി ആണ്. അന്യനാൽ വളർത്തപ്പെട്ടവൾ പരധൃത. പ്രാചീനം എന്ന പദത്തിന് വിപരീത പദം താഴെ പറയുന്നവയിൽ നിന്ന് കണ്ടെത്തുക. പ്രാചീനം വിപരീത പദം നവീനമാണ്. നിയോഗം സംയോഗം ഒന്നുമല്ല, നവീനം. പ്രാചീനം നവീനം. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. ഏട്ടിലെ പശു പുല്ല് തിന്നില്ല. ഏട്ടിലെ പശു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ പ്രയോജനശൂന്യം ആയിട്ടുള്ള വസ്തുവാണ് ഏട്ടിലെ പശു എന്ന് പറയുന്നത്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ എ. വാഗ്വാദം പിരിച്ചെഴുതുക. വാക്ക് പ്ലസ് വാദം പിരിച്ചെഴുതുമ്പോഴാണ് വാഗ്വാദം കിട്ടുക. കൂട്ടിച്ചേർത്ത് എഴുതുമ്പോഴാണ് വാഗ്വാദം എന്ന് കിട്ടുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി. ശരിയായ പദം ഏത്? വായനശീലം. ഇതാണ് ശരിയായിട്ടുള്ളത്. വായനാശീലം എന്നും വായനാശീലം എന്നൊന്നും പറയില്ല, വായനശീലം. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ശരിയായ വാക്യം. വളവും തിരിവും കയറ്റവും ഇറക്കവും ക്ലേശകരവും ശ്രമകരവുമായിരുന്നു. വളവും തിരിവും കയറ്റവും ഇറക്കവും ക്ലേശകരമായിരുന്നു. വളവും തിരിവും കയറ്റവും ഇറക്കവും ശ്രമകരമായ ക്ലേശമായിരുന്നു. അപ്പോൾ ഉത്തരം വരുന്നത് ശരിയായത് വളവും തിരിവും കയറ്റവും ഇറക്കവും ക്ലേശകരമായിരുന്നു. 99 ഓപ്ഷൻ സി ആണ് ആൻസർ. നമ്പ്യാർ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം കണ്ടെത്തുക. നമ്പ്യാർ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗമാണ് നമ്പ്യാർ എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ.